തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്നുച്ചയ്ക്ക് കൗൺസിലർമാർ തമ്മിൽ ഏറ്റുമുട്ടി. അവിടെ BJPയും കോൺഗ്രസും CPIയും കൗൺസിലർമാർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. കഴിഞ്ഞ ദിവസത്തെ ഏറ്റുമുട്ടലിൽ അവിടെ LDFൻ്റെ കൗൺസിലർമാർക്ക് പലർക്കും പരിക്ക് പറ്റി. ആ ഏറ്റുമുട്ടലിൽ മേയർക്കും പരിക്ക് പറ്റി. മേയറുടെ കാലിന് പരിക്കേറ്റു. അത് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മേയറുടെ കാലിന് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഭരിക്കുന്ന BJPക്ക് അവർക്ക് ഭൂരിപക്ഷമില്ല എന്ന വാദഗതിയാണ് അവിടെ നിൽക്കുന്നത്. അതിൻ്റെ കാരണം വാഴോട്ടുകോണത്തെ കൗൺസിലർ സുഗതൻ, അദ്ദേഹം ഇപ്പം സെൻട്രൽ ജയിലിലാണ്. അദ്ദേഹത്തിനെ കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന് നേരത്തെ അവിടുത്തെ BJPയും അതുപോലെ തന്നെ CPIയും കൂടെ ചേർന്നുള്ള ഇലക്ഷന് മുമ്പും അതിനുശേഷം അവിടെ നടന്ന പല പ്രശ്നത്തിൽ ഇദ്ദേഹത്തിനെതിരായിട്ട് 2-3 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസുകൾ രജിസ്റ്റർ ശേഷവും സുഗതനെ അവിടെ ഇലക്ഷൻ സമയത്ത് മത്സരിച്ച് അവിടെ ജയിക്കുകയും ചെയ്തു. സുഗതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൺവിക്ഷനൊന്നുമില്ല, കാരണം ശിക്ഷയൊന്നുമില്ല. 2 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ട്രയൽ വരാൻ പോകുന്നേ ഉള്ളൂ. അത് CPIയുടെ ഭരണകാലഘട്ടത്തിൽ എടുത്ത കേസാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദഗതി. ആ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ കാപ്പ ചുമത്തിയിരിക്കുന്നത്. കാപ്പ ചുമത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു ശിക്ഷയായിട്ട് കണക്കാക്കാൻ കഴിയില്ല, ഒരു പ്രിവെൻറ്റീവ് അറസ്റ്റാണത്. കാരണം 3-4 കേസുകൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെയുള്ളവർക്കെതിരായിട്ട് കാപ്പ ചുമത്തി 6 മാസം തടവിലേക്ക് അവരെ ഡീചെയിൻ ചെയ്യും സെൻട്രൽ ജയിലിൽ. അതൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട കൺവിക്ഷനാണെന്ന്, ശിക്ഷയാണെന്ന് പറയാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ സുഗതന് ഒരു ശിക്ഷയുമില്ല, ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷയില്ല. പക്ഷേ 2 കൗൺസിൽ യോഗത്തിലും സുഗതൻ പങ്കെടുത്തില്ല. ഹൈക്കോടതി 20 പേരെ സത്യപ്രതിജ്ഞ അത് കൃത്യമായ അല്ല സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 20 പേരും വീണ്ടും ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്നു. പക്ഷേ 19 പേര് സത്യപ്രതിജ്ഞ ചെയ്തു. സുഗതൻ ജയിലിലായതുകൊണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് വന്നില്ല. അതേസമയത്ത് സുഗതൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് വരാതെ ജയിലിൽ കഴിയുന്ന സമയത്തും ഇവിടുത്തെ കൗൺസിൽ യോഗത്തിൽ 2 സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പുണ്ട് എന്ന് പറഞ്ഞ് ശബരിനാഥൻ കൗൺസിലർ കോൺഗ്രസിൻ്റെ ആ രജിസ്റ്ററിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച് കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത് എന്ന് രേഖയുണ്ടാകുന്നത് ആ രജിസ്റ്ററിൽ ഒപ്പിടുമ്പോഴാണ്. അങ്ങനെ ഇന്ന് വന്നവരെല്ലാം ഒപ്പിട്ടിരിക്കുന്ന ആ കൗൺസിലർമാരെ ആ അറ്റൻഡൻസ് രജിസ്റ്ററിൽ അതിനകത്ത് സുഗന്ധൻ്റെ കഴിഞ്ഞ 2 കൗൺസിലിലും പങ്കെടുത്തു എന്നുള്ള ഒരു ഒപ്പ് കാണുന്നതായിട്ട് അത് അവിടെ വന്നിരിക്കുന്ന ചാനലുകാരും എല്ലാവരും ആ ദൃശ്യം പകർത്തുന്നതും കണ്ടു. പക്ഷേ ആ രജിസ്റ്റർ വാങ്ങിച്ച് അതിനകത്ത് 2 പേജ് കീറിക്കളഞ്ഞു എന്നാണ് ഇപ്പം വരുന്നത്. പിടിവലി നടക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. ആ സമയത്ത് പാളയം കോൺഗ്രസിൻ്റെ കൗൺസിലർ ഷേർലിയെ ചൂടുവെള്ളം ദേഹത്തൊഴിച്ചു. അത് ചെമ്പഴന്തി അനിൽ എന്ന് പറയുന്ന BJPക്കാരനാണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിന് ഒരു കേസ് കൊടുക്കാനായിട്ട് ഷേർലി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അവരുടെ ദേഹത്ത് ചൂടുവെള്ളം ഒഴിച്ചു, അവരത് കാണിക്കുന്നുമുണ്ടായിരുന്നു. അത് ഒഴിച്ച ആൾ ചെമ്പഴന്തി BJP കൗൺസിലറാണ് എന്നും പറയുന്നു. ഏതായാലും അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സംഘടനത്തിലെ LDFകാർക്ക് വനിതകൾ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർക്ക് പരിക്കേറ്റു. അവരതിനുശേഷം അവിടെ എല്ലാ ദിവസവും അവിടെ പ്രതിഷേധത്തിലാണ് കോർപ്പറേഷൻ്റെ മുമ്പിൽ. ഇന്നും അങ്ങനെ തന്നെ. എങ്കിലും കൗൺസിൽ യോഗം നടന്നു. കൗൺസിൽ യോഗം നടന്ന് ഏതായാലും അതിൻ്റെ അജണ്ടകൾ 10-200 എണ്ണം മേയർ വായിച്ചു കഴിഞ്ഞപ്പം തന്നെ സംഘർഷമായി. മേയറുടെ മുറിയിലേക്ക് പോയി. അതിനുശേഷമാണ് കൗൺസിലിൻ്റെ ബുക്കുകളിലെ ഹാജർ ബുക്കിലെ ഒപ്പിൻ്റെ പ്രശ്നം ഉന്തും തള്ളും ഒക്കെ അവിടെ ഉണ്ടാകുന്നത് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ പറ്റി. ഏതായാലും
കൗൺസിൽ പിരിച്ചുവിട്ട് മേയറുടെ ചേംബറിലേക്ക് പോയും കഴിഞ്ഞു. പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി. പക്ഷേ ഇവിടെ പ്രസക്തമായ ഒരു പ്രശ്നം, ആ കൗൺസിൽ രജിസ്റ്ററിൽ എങ്ങനെയാണ് ജയിലിൽ കിടക്കുന്നയാൾ ഒപ്പിട്ടു. 2 കൗൺസിൽ യോഗത്തിലും കഴിഞ്ഞ 12-ാം തീയതിയിലും ഒപ്പിട്ടതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് തർക്കം ഉണ്ടായിട്ടാണ് പരസ്പരം ഉന്തും തള്ളും ചെറിയ തോതിലുള്ള അടിയൊക്കെ നടന്നതായിട്ടാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു സംഭവം ഈ കോർപ്പറേഷനിലെ ഭൂരിപക്ഷം BJPക്ക് ഉണ്ടെന്ന് പറയുന്നെങ്കിലും അവർക്ക് 49 പേരുടെ പിന്തുണയുണ്ട്. ഒരാൾ ജയിലിലാണ്. ആ ജയിലിലെ ആളുടെ ഒപ്പ് ശേഖരിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നം, അത് അവിടെ കൊണ്ടുപോയി ഒപ്പിടിച്ച് വാങ്ങിച്ചതുമാകാം. അതിനകത്തുള്ളൊരു പ്രശ്നം, അദ്ദേഹം ഹൈക്കോടതി പറഞ്ഞതനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. 19 പേര് സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം. അങ്ങനെ ഒരു കടമ്പ കൂടെ കടക്കാനുണ്ട്. അതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിലിട്ട് BJPയുടെ ഭാഗം ആൾക്കാർ നീങ്ങിയതായിട്ടുണ്ട്. ഹൈക്കോടതിയിൽ അത് സംബന്ധിച്ച് കേസ് ഫയൽ ചെയ്തെന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ആ കോർപ്പറേഷൻ കൗൺസിൽ മീറ്റിംഗ് അലമ്പായി, പരസ്പരം ഉന്തും തള്ളുമായി. അടിയാർക്കിട്ടെങ്കിലും കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലായില്ല. എങ്കിലും ചൂടുവെള്ളം ഒഴിച്ചു അടിക്ക് പകരം ചുട്ട അടി എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം ആയിട്ടാണ് ആ ചുട്ട അടി കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വളരെയധികം നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറി ഇന്ന് കോർപ്പറേഷൻ കൗൺസിൽ മീറ്റിങ്ങിന്. ഏതായാലും ഇതെന്തായാലും ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമല്ല. അവിടെ ഇപ്പം ഭൂരിപക്ഷം ഇല്ല എന്ന് ഇടതുപക്ഷവും കോൺഗ്രസും വാദിക്കുന്നുണ്ടെങ്കിലും 49 പേര് 50 പേരുടെ പിന്തുണയോടെയാണ് അവിടെ മേയറായത്. അതുകൊണ്ട് ഭരണം ഇപ്പോഴത്തെ കോർപ്പറേഷൻ്റെ ആ മഴക്കാലത്തുള്ള വളരെയധികം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഇതുപോലെ എല്ലാവരും അടിപിടി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നതും തള്ളും നടത്തുന്നതല്ല. കൗൺസിലർമാർക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും BJP ആയാലും ശരി, അവർ ധാരാളം കാര്യങ്ങൾ നമുക്ക് കോർപ്പറേഷനിലെ വെള്ളപ്പൊക്ക സമയത്തും അതുപോലെ പകർച്ചവ്യാധി വരുന്ന സമയത്തും ധാരാളം പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ കൗൺസിലർമാരൊക്കെ പോയി അതിന് മേൽനോട്ടം വഹിച്ച് എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കാണേണ്ടതിന് പകരം ഇവർ രാഷ്ട്രീയമായി ഇവിടെ കയറി അടിച്ചു പിരിയുന്നതും അല്ലെങ്കിൽ അടിക്കുന്നതും അല്ലെങ്കിൽ ഉന്തും തള്ളിലേക്കും പോകുന്നതും കൗൺസിലിൻ്റെ കാര്യങ്ങളൊന്നും ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാതെ അങ്ങനെ ചില പ്രശ്നം ഉന്തും തള്ളിലേക്കും രാഷ്ട്രീയ തള്ളിലേക്കും ഒക്കെ വരുന്നത് അത് നാണക്കേടാണ്. അത് ജനാധിപത്യത്തിന് ഉള്ള ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രകടനമല്ല അത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കോടതിയിലോ മറ്റുള്ള കാര്യത്തിൽ പോയി തീരുമാനിച്ചെടുക്കുക. അതുവരെ കോർപ്പറേഷൻ്റെ പ്രവർത്തനം, ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതെ എല്ലാവരും യോജിച്ച് തീരുമാനിച്ച് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.